വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രഥമ വനിത ശ്രീമതി ജോസ്മി അവറുകൾ, എൻ്റെ പ്രിയ സ്നേഹിതനും സഹപാഠിയുമായ വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ പ്രദീപ് ചോർ അവറുകൾ, ഈ നാടിൻ്റെ ജോസ്പുരത്തിൻ്റെ എല്ലാമായ പ്രിയപ്പെട്ട, ഞാൻ ഏറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വികാരി അച്ഛൻ ശ്രീ ജിബിൻ അച്ഛൻ അവറുകൾ, റോണിയോ സെബാസ്റ്റ്യൻ മുൻ മെമ്പർ അവറുകൾ, പ്രിയപ്പെട്ട ജോമോൻ അവറുകൾ, പ്രിയപ്പെട്ട ഡി എ ക്ലർക്ക്, എൻ്റെ സഹപ്രവർത്തകനായ ബിനു, വാർഡ് മെമ്പറായ അനിൽ, പ്രിയപ്പെട്ട കായിക പ്രേമികളെ, ഏവർക്കും മുരിക്കാശ്ശേരി ജനമൈത്രി പോലീസിൻ്റെ വിനീത നമസ്കാരം. ഏറെ സന്തോഷവും അഭിമാനവും നൽകുന്ന ഒരു മുഹൂർത്തത്തിനാണ് നാം ഇവിടെ സാക്ഷ്യം വഹിക്കുന്നത്. കാരണം ഒരു തലമുറയെ നന്നാക്കുന്നതിന്, ഏറ്റവും നല്ല മനുഷ്യരാക്കി മാറ്റുന്നതിൽ സ്പോർട്സിനും ഗെയിംസിനുമുള്ള പങ്ക് അത്രമാത്രം മഹത്തരമാണ്. ഇന്ന് പണ്ട് നമുക്ക് സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്നവർക്ക് മാത്രമാണ് സ്പോർട്സിലും ഗെയിംസിലും കളിക്കുവാനുള്ള അവസരമെങ്കിൽ ഇന്ന് ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് തലത്തിൽ മത്സരങ്ങൾ നടത്തുന്നു. അത് ബ്ലോക്ക് തലത്തിലും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും സ്കൂളിൽ പഠിക്കുന്നവർക്ക് മാത്രമല്ല, പ്രായഭേദമന്യേ ഏവർക്കും പങ്കെടുക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ്. സ്പോർട്സിൻ്റെയും ഗെയിംസിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത്, ആരോഗ്യമുള്ള ഒരു ശരീരത്തിലാണ് ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാകുന്നത്. പ്രിയപ്പെട്ട കുട്ടികൾ ശ്രദ്ധിക്കണം, അവിടെ നിൽക്കുന്ന കുട്ടികൾ, ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു ഗ്രൗണ്ട്, പല ആരോഗ്യമുള്ള ശരീരത്താണ് ആരോഗ്യമുള്ള മനസ്സെന്ന് പറയുമ്പോൾ, ഒരു നല്ല ആരോഗ്യമുള്ള തലമുറ വളർന്നു വന്നാൽ മാത്രമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയും എല്ലാം ഉണ്ടാകുന്നത്. പുതിയ തലമുറയിൽ അല്ലെ യുവാക്കളുടെ ഇടയിൽ ഇന്നിപ്പോൾ ലഹരി പോലെ പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ട് യുവതലമുറ വഴിവിട്ടു പോകുന്ന ഒരു സാഹചര്യത്തിൽ അവരെ ഏറ്റവും നല്ല വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ഒന്നാണ് ഈ സ്പോർട്സ് അല്ലെ ഗെയിംസ് മത്സരങ്ങൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് പഞ്ചായത്ത് തലത്തിൽ ഇത്തരത്തിലുള്ള മേളകൾ സംഘടിപ്പിക്കപ്പെടുന്നത്. പ്രിയപ്പെട്ട കുട്ടികളെ സംബന്ധിച്ചോളം ഈ മേളകളിൽ പങ്കെടുക്കുകയും അതുപോലെ മുതിർന്നവർ പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുവാനുള്ള ചിന്തകൾ അവരുടെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെടും. ഒപ്പം അവരുടെ ശാരീരിക മാനസിക വളർച്ചയ്ക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു സ്പോർട്സ് മേഖലയ്ക്ക് വരുമ്പോൾ നല്ല ആരോഗ്യമുള്ള ശരീരമുണ്ടാകും. ആരോഗ്യത്തിൽ നമുക്ക് മത്സരത്തിൽ പ്രൈസ് കിട്ടുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ കൃത്യമായി ശാരീരികമായിട്ട് ഓരോ സ്പോർട്സ് മേഖലകളോ അല്ലെങ്കിൽ ഗെയിംസ് മത്സരങ്ങളോ പരിശീലിക്കപ്പെടുമ്പോൾ നമ്മുടെ ആരോഗ്യം നന്നായി നിലനിൽക്കുകയും നമ്മൾ എക്കാലവും യുവാക്കളായിരിക്കുകയും ചെയ്യും എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം പലപ്പോഴും അസുഖങ്ങൾ പിടിപെടുന്നത് നമ്മൾ വെറുതെ ഇരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ കൃത്യമായൊരു വ്യായാമം കിട്ടുമ്പോൾ നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറയും. 60 വയസ്സോ 70 വയസ്സോ ആകുമ്പോഴും എപ്പോഴും യുവാവായിരിക്കണമെങ്കിൽ നല്ല കായികക്ഷമത നമുക്ക് ആവശ്യമാണ്. കൃത്യമായ പരിശീലനങ്ങൾ അത് പ്രായഭേദമില്ല ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ശരീരത്തിനും മനസ്സിനും ഗുണം ചെയ്യും എന്ന് പ്രിയപ്പെട്ട കുട്ടികൾ തിരിച്ചറിയണം. ഒപ്പം തന്നെ നമ്മൾ ഒളിമ്പിക്സ് നടക്കുമ്പോൾ, ലോക മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ പലപ്പോഴും മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടി, മെസ്സിക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലെ കളിക്കാർക്ക് വേണ്ടിയാണ് കൈയടിക്കുന്നത്. 140 കോടി ജനങ്ങളുള്ള നമ്മുടെ ഈ രാജ്യത്ത് ഇവിടെ ഒട്ടേറെ മെസ്സിമാരും ഒട്ടേറെ വലിയ കളിക്കാരും വലിയ അത്ലറ്റുകളും വലിയ വോളിബോൾ പ്ലെയേഴ്സുമൊക്കെ നമ്മുടെ നാട്ടിലുമുണ്ട്. വേണ്ട രീതിയിലുള്ളൊരു പരിശീലനം ലഭിക്കാത്തത് കൊണ്ടാവാം നമുക്ക് ആ രീതി വളരാൻ കഴിയാത്തത്. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളിലും ഈ ജോസ്പുരത്തും അല്ലെ വാത്തിക്കുടി പഞ്ചായത്തിലും ലോകമറിയപ്പെടേണ്ടതായ കായിക താരങ്ങൾ ഉണ്ട് എന്ന് തിരിച്ചറിയണം. നമ്മൾ കഠിനമായി പരിശ്രമിക്കണം. അത്രമാത്രം കഠിനമായി പരിശ്രമിച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ യശസ് ലോകം മുഴുവൻ ഉയർത്താൻ പറ്റുന്ന രീതിയിലുള്ള കായിക താരങ്ങൾ ഈ വാത്തിക്കുടി പഞ്ചായത്തിൽ നിന്ന് ഉയർന്നു വരും. അപ്പോൾ കുട്ടികൾക്ക് കിട്ടുന്ന വലിയൊരു സുവർണാവസരമാണ് പഞ്ചായത്ത് ഒരുക്കിയിരിക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിയാൻ കഴിയണം. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ ഇത്ര മനോഹരമായ ഒരു ഗ്രൗണ്ട് ഉണ്ടാകുന്നതിന് കാരണം പഞ്ചായത്തിൻ്റെ എല്ലാവരും അയക്കേണ്ടതിന് അഭിപ്രായപ്പെട്ടൊരു കാര്യമാണ് ജിബിനച്ഛൻ്റെ കാര്യം. ഒരു അച്ഛനോട് വന്നതിന് ശേഷം വോളിബോൾ ഗ്രൗണ്ടിനും അതുപോലെ തന്നെ ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ടാക്കുവാനും, അപ്പോൾ എല്ലാ മതത്തിൽപ്പെട്ട എല്ലാ ആളുകളെയും ഒരുപോലെ ചേർത്ത് പിടിച്ച് അവരുടെ കായികമായ കഴിവുകളെ വളർത്തിയെടുക്കൊണ്ടിരിക്കാൻ അച്ഛൻ നൽകുന്ന ആ സമീപനത്തിന് പ്രത്യേകമായി അഭിനന്ദനം അറിയിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ പലപ്പോഴും വൈകുന്നേരമൊക്കെ ആകുമ്പോൾ കുട്ടികൾ വഴിതെറ്റി പോകുന്നത് അവർക്ക് എൻജോയ് ചെയ്യാനുള്ള സാഹചര്യം കിട്ടാത്തതുകൊണ്ടാണ്.
അപ്പോൾ ഈ മൊബൈൽ ഫോണിനൊക്കെ അഡിക്ഷനായി ജീവിതം മാനസികാരോഗ്യത്തിൽ കളയാനുള്ളതല്ല. ആ സമയത്ത് നമ്മൾ വന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു വിനോദത്തിൽ ഗെയിംസ് പോലെ ഇടുമ്പോൾ നമ്മുടെ ശാരീരിക വളർച്ചയ്ക്കും നമ്മൾ തെറ്റിൻ്റെ വഴിയിലേക്ക് പോകുന്നത് ഒഴിവായി കിട്ടും. അപ്പം നമുക്ക് ലഹരി മരുന്നൊന്നും കഴിക്കുവാൻ തോന്നത്തില്ല. തീർച്ചയായിട്ടും ഒരു രാജ്യത്തെ നശിപ്പിക്കുന്നത് ലഹരി മരുന്നിൻ്റെ അമിതമായ ഉപയോഗം ഒരു രാജ്യത്തെ നശിപ്പിക്കുന്നതാണെന്നും നമ്മൾ തിരിച്ചറിയണം. അപ്പം നാളത്തെ ഭാവികളാണ് നിങ്ങൾ. അതുകൊണ്ട് അച്ഛൻ നൽകുന്ന ഈ ഊർജം, ഈ ജോസ്പുരത്തിൻ്റെ ഈ മനോഹരമായൊരു ദേവാലയത്തിനടുത്താണ് ഈ ഗ്രൗണ്ട് സ്ഥിതി ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇവിടെ വരുന്ന ഓരോ കുട്ടികളിലും ആത്മീയതയും നിറച്ചുകൊണ്ട് അവരുടെ മനസ്സും ശരീരവും നന്നായി അത് ലോകത്തിന് സമർപ്പിക്കപ്പെടാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഈ അവസ്ഥയിൽ ആശംസിക്കുകയാണ്. എന്തായാലും ഞാൻ ഈ ഇവിടെ ജോലി ചെയ്യുമ്പോൾ എനിക്കേറെ ബഹുമാനം തോന്നിയിട്ടുള്ള ഒരു നാടുകൂടിയാണ്. കാർഷിക സംസ്കാരത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു നാടാണ് ഈ മുരിക്കാശ്ശേരി. ലോകത്തിൻ്റെ ടൂറിസം കേന്ദ്രങ്ങളെടുത്താൽ, കാർഷിക ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ചാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ എഴുതുമ്പോൾ അത്രമാത്രം നല്ല കൃഷിക്കാരുള്ളൊരു ഏരിയ. അതോടൊപ്പം തന്നെ ഇവിടുത്തെ പൊതുപ്രവർത്തകരെ എനിക്ക് വളരെ ബഹുമാനം തോന്നാറുണ്ട്. അവർക്ക് വികസന കാര്യങ്ങൾക്ക് രാഷ്ട്രീയമില്ല. ഒരുപക്ഷെ നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പോയാൽ ഇത്രമാത്രം നല്ല റോഡുകളുള്ള ഏത് ഭാഗത്തും ടാറിംഗ് വഴി കൂടെ പോകാൻ കഴിയുന്നൊരു പഞ്ചായത്ത് ഒരുപക്ഷെ ഇടുക്കി ജില്ലയിൽ ഇത്ര വാത്തിക്കുടി പഞ്ചായത്ത് ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും ഈ ജനപ്രതിനിധികളുടെയൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ഒരു വികസന കാര്യങ്ങൾ ഒറ്റക്കെട്ടായി നാടിനെ സ്നേഹിക്കുന്നവരാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരോട് റിക്വസ്റ്റ് കൂടി അവസരത്തിൽ വെക്കുകയാണ്. അവരുടെ ആ സമർപ്പണം നമുക്കൊരു ഫുൾ ഗ്രൗണ്ട്, ഒരു ഫുട്ബോൾ കളിക്കാവുന്ന ഒരു സിന്തറ്റിക് ട്രാക്കുള്ള ഒരു ഫുൾ ഗ്രൗണ്ട് അവരുടെ ഒരു സ്വപ്നമായി മാറട്ടെ. അത് അടുത്ത ഒരു വിധത്തിൽ അവർക്കത് ഭംഗിയായി ഇവിടെ ഉണ്ടാക്കുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ അങ്ങനെ നടത്തപ്പെട്ടാൽ നമുക്കൊരു ഗുണം, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ, കുട്ടികൾ ഇവിടെ മത്സരത്തിന് വരും. അത് നാടിൻ്റെ വികസനത്തിന് ഗുണമാകും. ഒപ്പം തന്നെ കുട്ടികൾക്ക് കായികമായ വളർച്ചയ്ക്ക് ഫുട്ബോളാകാം, വോളിബോളാകാം, ക്രിക്കറ്റാകാം, ഏതിൻ്റെയും വളർച്ചയ്ക്ക് അത് ഗുണകരമാകും. എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഇളയ മകൻ എന്ന് പറയുന്നയാൾ 7ാം ക്ലാസ് മുതൽ സമർപ്പണത്തോടെ ഫുട്ബോളിന് വേണ്ടി പ്രാക്ടീസ് ചെയ്ത ആളാണ്. അത്രമാത്രം അവൻ രാവിലെയും വൈകുന്നേരം 2-4 മണിക്കൂർ ഗ്രൗണ്ടിൽ ചെലവഴിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കഴിഞ്ഞ വർഷം ഇന്റർ യൂണിവേഴ്സിറ്റി ഓൾ ഇന്ത്യ കളിക്കുവാനുള്ള ഭാഗ്യം കിട്ടി. ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ ഓരോരുത്തരും ലോകം അറിയപ്പെടുന്ന കായിക താരങ്ങളാകാൻ കഴിവുള്ളവരുണ്ട്. അതിന് പ്രായവ്യത്യാസമില്ല. എല്ലാവരും നമ്മുടെ നാടിനെ ഏറ്റവും നല്ല നല്ല മക്കളെ സൃഷ്ടിക്കുന്നതിലേക്ക് കായിക വളർച്ചയ്ക്ക് വേണ്ടി അർപ്പണ മനോഭാവത്തോടുകൂടി പഞ്ചായത്തിനും നമ്മുടെ പ്രിയപ്പെട്ട അച്ഛനും മറ്റ് എല്ലാവർക്കും വേണ്ട സഹായ സഹകരണം ചെയ്തു കൊടുക്കണം. ഔപചാരികമായിട്ട് എന്നെ ഈ ഫുട്ബോൾ മേള അല്ലെങ്കിൽ വോളിബോളിൻ്റെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചതിന് പ്രിയപ്പെട്ട പഞ്ചായത്തിനോട് നന്ദി അർപ്പിച്ചുകൊണ്ട് ഔപചാരികമായി ഫുട്ബോളിൻ്റെയും വോളിബോളിൻ്റെയും ഉദ്ഘാടനം നടത്തി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ്.